പിതാവിൻ്റെ വാത്സല്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിൽ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, സഹോദരിമാരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ശ്രേഷ്ഠ വൈദികര്, സന്യസ്തര്, മറ്റ് അൽമായ സഹോദരങ്ങളെ, എല്ലാവർക്കും ഹൃദയസ്പർശിയായ ഒരു മധ്യാഹ്നം ആശംസിക്കുകയാണ്. ബാംഗ്ലൂർ സീറോ മലബാർ മിഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷത്തിൽ ഭാഗഭാഗികളായിരിക്കുകയാണ് നാം ഓരോരുത്തരും. എന്നാൽ ഈ ചരിത്രം എഴുതപ്പെടേണ്ടത് ഇന്ന് ഇവിടെ തെളിക്കുവാൻ പോകുന്ന ഈ തിരിയിലൂടെയോ, ഇവിടെ നടത്തുന്ന പ്രസംഗങ്ങളിലൂടെയോ, അല്ലെങ്കിൽ നാളെ പത്രത്തിൽ വന്നേക്കാവുന്ന ഒന്ന് രണ്ട് വരികളിലൂടെയോ ഫോട്ടോകളിലൂടെയോ ഒന്നും അല്ല. മറിച്ച് സീറോ മലബാർ സഭയുടെ വലിയ കരുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന വിശുദ്ധിയില് സഭയെ മുന്നോട്ട് നയിക്കുവാനായിട്ട് സഭാ ശുശ്രൂഷകളിൽ ആത്മാർത്ഥമായി പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന അമ്മമാരുടെ ജീവിതം കൊണ്ട് എഴുതപ്പെടേണ്ട ഒന്നാണ്. ആ ജീവിതം വിശുദ്ധിയിൽ എഴുതപ്പെടുവാനായിട്ട് മാതൃവേദി സംഘടന ഇടയാക്കും എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും സാക്ഷ്യം നൽകുമ്പോഴാണ് ഇത് ഒരു ചരിത്രമായി മാറുക. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ബാംഗ്ലൂർ സീറോ മലബാർ മിഷനിലെ വിവിധ ഇടവകകളിൽ അമ്മമാരുടെ സജീവ കൂട്ടായ്മകൾ വ്യത്യസ്തങ്ങളായ പേരുകളിൽ അറിയപ്പെടുന്നുണ്ടായിരുന്നു, പ്രവർത്തന നിരതമായിരുന്നു. എന്നാൽ ഇവയെല്ലാം ഒന്ന് ഏകോപിപ്പിച്ച് സഭാ ശുശ്രൂഷയിൽ അവരെ അല്പം കൂടി സജീവമാക്കുവാനായിട്ട്, സഭയുടെ വിശുദ്ധിയെ പരിപോഷിപ്പിക്കുവാനായിട്ട് പ്രാർത്ഥനയുടെ ചൈതന്യത്തിലൂടെ അമ്മമാരുടെ ജീവിതത്തെ ഒരു സാക്ഷ്യമാക്കി ഈ സമൂഹത്തിന്, ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ, ക്രിസ്തീയതയെ പകർന്നു കൊടുക്കുവാനായിട്ട് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. മാതൃവേദിയുടെ ഔദ്യോഗികമായ ഈ ഉദ്ഘാടന കർമ്മം ഇവിടെ നിറവേറുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വിളി, ഒരു അമ്മ ആയി സഭയെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള ആ വലിയ വിളി, അതിൻ്റെ ശ്രേഷ്ഠതയിൽ, ധന്യതയിൽ നിറവേറ്റുവാൻ വേണ്ട എല്ലാ കൃപാവരവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഈ സംഘടനയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ താങ്ങും തണലുമായി ശുശ്രൂഷയിലൂടെ തങ്ങളെ തന്നെ സമർപ്പിച്ചിട്ടുള്ള എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഏറ്റവും നന്ദിയോടെ ഓർക്കുകയാണ്. സംഘടനയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്, അവരുടെ ശുശ്രൂഷകൾക്ക് നന്ദി പറയുകയാണ്. ഈ ഒരു മുഹൂർത്തം ചരിത്ര മുഹൂർത്തമായി നാം കുറിക്കുമ്പോൾ ഇനിയും ഇത് ഒരു മായാത്ത ഹൃദയസ്പർശിയായ അനുഭവമായി ഇതിനെ മുന്നോട്ട് നയിക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സമർപ്പണമാണ് അവിടെ അനിവാര്യമായിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. സീറോ മലബാർ സഭയുടെ വനിതാ ഫോറത്തിന്റെ ബിഷപ്പ് ഡെലിഗേറ്റായ മാർ മാത്യു ആലിക്കുഴിക്കാട്ടിൽ പിതാവ് ഇന്ന് നമ്മോടൊപ്പം സന്നിഹിതനാകേണ്ടതായിരുന്നു. നമുക്ക് വലിയ പ്രചോദനവും ഉന്മേഷവുമായിട്ട് പിതാവിൻ്റെ സാന്നിധ്യം ഇവിടെ വേണ്ടിയിരുന്നതാണ്. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് പിന്നീടൊരവസരത്തിൽ നമ്മോടൊപ്പം പങ്കുചേരാമെന്ന് പിതാവ് അറിയിക്കുകയുണ്ടായി. എങ്കിലും പിതാവിൻ്റെ വാത്സല്യവും സ്നേഹവും നിറഞ്ഞ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടെയും പിതാവ് നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും പ്രചോദനത്തെയും നമുക്ക് ഓർത്തുകൊണ്ട് ഇവിടെ പിതാവിന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും മനസ്സുകളിലേക്ക് പിതാവിനെ സന്തോഷപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഔദ്യോഗിക കർമ്മ പരിപാടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ചരിത്ര നിമിഷം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട്
ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് കൊച്ചുപറമ്പിൽ അച്ഛനാണ്. അച്ഛനെ കുറിച്ച് ഇനി ഞാൻ വാചാലനാകേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 12 മണി മുതൽ 12:30 വരെയുള്ള ആ 30 മിനിറ്റുകളിൽ നമ്മുടെ ഹൃദയത്തെ എല്ലാം തട്ടി ഉണർത്തി ഹൃദയത്തിൽ ഒരു സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അച്ഛൻ. ഇതുവരെ അച്ഛൻ കോതമംഗലം രൂപതയിൽ വിവിധങ്ങളായ ശുശ്രൂഷകളിലൂടെ തൻ്റെ കഴിവും മികവും പ്രകടമാക്കി. അതുകൊണ്ട് തന്നെയാണ് സീറോ മലബാർ സഭാ നേതൃത്വം ഇന്ന് വനിതാ ഫോറത്തിൻ്റെ ദേശീയ ഡയറക്ടറായിട്ട് അച്ഛനെ നിയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ജീവിത പരിചയവും അനുഭവ സമ്പത്തും അച്ഛൻ്റെ അറിവും വിജ്ഞാനവും ഒക്കെ ഈ സംഘടനയെ മുന്നോട്ട് നയിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ പ്രേരണകൾക്ക് അനുയോജ്യമായി വിശുദ്ധിയിൽ ഈ കൂട്ടായ്മയെ മുന്നോട്ട് നയിക്കുവാനായിട്ട് വലിയ മാതൃകയാണ്, പ്രചോദനമാണ്, നമുക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണ്. ഇന്ന് നമ്മോടൊപ്പം ആയിരുന്നുകൊണ്ട് ബാംഗ്ലൂർ സീറോ മലബാർ മിഷന്റെ മാതൃവേദിയുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിറവേറ്റുവാൻ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ജോസഫ് കൊച്ചുപറമ്പിലച്ഛനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമുക്ക് ഏവർക്കും ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സീറോ മലബാർ മിഷൻ കോർഡിനേറ്റർ പെരിയ ബഹുമാനപ്പെട്ട മാത്യു കൊയ്ക്കരയച്ഛനാണ്. അച്ഛനെ കുറിച്ച് ആമുഖമായിട്ട് ഒന്നും പറയേണ്ടതില്ല. പരിശുദ്ധ കുർബാനയിൽ വലിയ ഒരു സന്ദേശം, ഹൃദയസ്പർശിയായ ഒരു സന്ദേശം നൽകി നമ്മെ ഓരോരുത്തരെയും ആ വിശുദ്ധ ബലിയിൽ സമർപ്പിച്ച് ഇന്ന് ഈ ദിവസത്തെ ഏറ്റവും മനോഹരമായി ദൈവത്തിൻ്റെ ദാനമായി ഇതിനെ ഉൾക്കൊള്ളുവാനായിട്ട് അച്ഛൻ നമ്മെ ഓരോരുത്തരെയും നയിച്ചു. ഇപ്പോൾ ഈ മീറ്റിംഗിൽ പ്രസിഡന്റായി, അധ്യക്ഷനായി സ്ഥാനം അലങ്കരിക്കുവാനും നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുവാനും വലിയ ഒരു പ്രചോദനമാകുവാനും അച്ഛൻ ഇവിടെ സന്നിഹിതനാണ്. അച്ഛനെയും എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ എറണാകുളത്ത് വെച്ച് നടന്ന മീറ്റിംഗിൽ വിവിധ രൂപതകളിൽ നിന്നും മിഷനിൽ നിന്നും ചേർന്ന പ്രതിനിധികളാണ് മിസസ് ഡെൽസി ലൂക്കാസിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. ആ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ലാളിത്യം, അമ്മയുടെ വാത്സല്യം, ഇതൊക്കെ തീർച്ചയായിട്ടും അമ്മമാർക്ക് ഏവർക്കും പ്രചോദനമാണ്, മാതൃകയാണ്. ദേശീയ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുമ്പോഴും ഏറ്റവും എളിമയോടുകൂടി മറ്റുള്ളവരുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനായിട്ട് കഴിവുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് ഈ സഹോദരിയെ നമുക്ക് ലഭിച്ചിരിക്കുക. ഇന്നത്തെ ഈ ഔദ്യോഗിക മീറ്റിംഗിലേക്ക് മിസസ് ഡെൽസി ലൂക്കാസിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും അടുത്ത് ഇടപെടുവാനായിട്ടും നമ്മെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹം നിറഞ്ഞ പുഞ്ചിരിയോടെ എപ്പോഴും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഒക്കെ മേലധികാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ബഹുമാനപ്പെട്ട തോമസ് കല്ലുകളം അച്ഛൻ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ പരിപാടിയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചപ്പോഴൊക്കെ അച്ഛൻ്റെ സ്നേഹം നിറഞ്ഞ സാന്നിധ്യവും ഉപദേശങ്ങളും ഞങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹമായിട്ട് ഭവിച്ചു. ഈ അവസരത്തിൽ കുർബാനയിൽ അച്ഛൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മീറ്റിങ്ങിലും അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ട്. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെയും
അച്ഛൻ ഇതുവരെ നമ്മോട് ഒപ്പമായിരുന്നതിനും നമുക്ക് നൽകിയിട്ടുള്ള ആ വലിയ പ്രചോദനത്തിനും മാതൃകയ്ക്കുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടും സ്നേഹത്തോടെ അച്ഛനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. സെക്രട്ടറിയായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ ഏതാനും 5 വർഷങ്ങളിൽ സുദീർഘമായ സേവനം ചെയ്ത് അടുത്ത 5 വർഷത്തേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അഡ്വക്കേറ്റ് BC സെബാസ്റ്റ്യൻ സാറാണ്. സാറിൻ്റെ ക്ലാസ്സിലൂടെ ഒരു അമ്മയെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ വീക്ഷണം എന്താണ് എന്ന് നാം തിരിച്ചറിഞ്ഞു. ഇനിയും സാറിൻ്റെ ശുശ്രൂഷകൾ സഭാസമൂഹത്തിന്, സഭയിലെ അൽമായർക്ക് വലിയ മാതൃകയും പ്രചോദനവുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്നതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടും ഈ വേദിയിലേക്ക് സെബാസ്റ്റ്യൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഏറെ സന്തോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യുവാനായിട്ട് ഉള്ളത് സിറോ മലബാർ സഭയുടെ വനിതാ ഫോറത്തിന്റെ നാഷണൽ ആനിമേറ്റർ റെവറൻഡ് സിസ്റ്റർ ജോൺസി CMC ആണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഭോപ്പാലിൽ DSS കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളായി ദീർഘമായ സേവനം ചെയ്തതിനു ശേഷം സഭയിലേക്ക് തിരിച്ചെത്തി സഭാ ശുശ്രൂഷകളിൽ ഉൾച്ചേർന്നിരുന്ന സമയത്താണ് പുതിയ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുക. ഏറ്റവും സന്തോഷത്തോടെ അതിൽ പങ്കുചേരുകയും അതിൻ്റെ പരിപാടികളിലേക്ക് തന്നെ എഴുകിച്ചേർക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് വലിയ അനുഗ്രഹമായി ഇന്ന് സിസ്റ്ററിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. സിസ്റ്ററിനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്ഥാനമർഹിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് നമ്മുടെ വനിതാ ഫോറത്തിന്റെ പ്രസിഡന്റ് നമ്മുടെ മാതൃവേദിയുടെ പ്രസിഡന്റ് മിസ്സസ് ലില്ലി റപ്പായി. ഒരു നേതൃത്വത്തിലൂടെ നയിക്കുവാനായിട്ട് തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ട് ശുശ്രൂഷകളിലേക്ക് സമർപ്പിച്ച ഒരു ജീവിതമാണ് ഈ സഹോദരിയിൽ നമുക്ക് കണ്ടെത്തേണ്ടത്. ഇത് നമുക്ക് വലിയ ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് നമ്മെ ഓരോരുത്തരെയും, നേതൃത്വ സ്ഥാനത്തായിരുന്നുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലില്ലി ചേച്ചിയെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കമ്മീഷൻ സെക്രട്ടറിയായി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന KP ചാക്കപ്പൻ സാറിനെ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എവിടെയും എപ്പോഴും ഓടിയെത്തുവാനായിട്ടുള്ള ഒരു വലിയ മനസ്സ്, തൻ്റെ വ്യക്തിപരമായ പ്രവർത്തനങ്ങളെല്ലാം മാറ്റിവെച്ച് സഭാ ശുശ്രൂഷയിലേക്ക് തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുവാനായിട്ടുള്ള ഒരു വലിയ മനസ്സ് പ്രകടമാക്കി ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന ചാക്കപ്പൻ സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിറോ മലബാർ സഭയുടെ വനിതാ ഫോറത്തിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ മിസസ് ലിസി വർഗീസ് ഇവിടെ സന്നിഹിതയാണ്. അമ്മമാരുടെ പ്രവർത്തനങ്ങളിൽ ഉള്ള വലിയ താല്പര്യം പ്രകടമാക്കിക്കൊണ്ട് നമ്മോടൊപ്പം ഇന്ന് ഈ ദിവസമായിരിക്കുവാനായിട്ട് പ്രത്യേകം താല്പര്യം കാണിച്ച മിസസ് ലിസി വർഗീസിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ദേശീയ സെക്രട്ടറി ട്രഷററായി സേവനം ചെയ്യുന്ന ജിജി ജേക്കബ്, മിസസ് ജിജി ജേക്കബ്, നിങ്ങളെല്ലാവരുടെയും പേരിൽ മിസസ് ജിജി ജേക്കബിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ബാംഗ്ലൂർ സിറോ മലബാർ മിഷന്റെ മാതൃവേദിയുടെ ഡയറക്ടർ ബോർഡിലെ DT കമ്മീഷനെ റെപ്രസെന്റ് ചെയ്ത് ഇവരെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ഡയറക്ടേഴ്സിനോടും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോടും ഒപ്പം പ്രവർത്തിക്കുന്ന
മിസ്സസ് ലവ്ലി ജോളി അവരുകളെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാതൃവേദിയുടെ മറ്റ് ഭാരവാഹികളായ മിസ്സസ് പ്രിൻസി ഏണസ്റ്റ് വൈസ് പ്രസിഡന്റ്, മിസ്സസ് ആൻസി ആൽബർട്ട് സെക്രട്ടറി, മിസ്സസ് മഞ്ജു ജോഷി ജോയിന്റ് സെക്രട്ടറി, മിസ്സസ് അനു ജോർജ് ട്രഷറർ എന്നിവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. എന്നോടൊപ്പം ഈ കൂട്ടായ്മയെ മുന്നോട്ട് നയിക്കുവാനായിട്ട് വളരെ കരുത്തും താങ്ങുമായി ഇടതും വലത്തും ഉള്ളതാണ് ബഹുമാനപ്പെട്ട ജോയി അറക്കിലച്ഛനും ഷിജോ കൊടക്കനാഥ് അച്ഛനും. രണ്ടുപേരും വിദ്യാർത്ഥികളാണ്. അതോടൊപ്പം തന്നെ ഒരു ഇടവകയുടെ ശുശ്രൂഷകൾ വളരെ ആത്മാർത്ഥതയോടെ മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്. ഈ തിരക്കുകൾക്കൊക്കെ ഇടയിലും അമ്മമാരുടെ ഈ കൂട്ടായ്മയിൽ അതീവ താല്പര്യത്തോടെ ശ്രദ്ധാലുക്കളാണ്. ഇവർ രണ്ടുപേരുടെയും വലിയ ആ ശുശ്രൂഷകളെയെല്ലാം ഏറ്റവും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ ഇവരെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോയി അറക്കിലച്ഛനും ഷിജോ കൊടക്കനാഥ്. സോണൽ കോർഡിനേറ്റേഴ്സ് ആയിട്ട് സേവനം ചെയ്യുന്ന ജിപ്സി ജോബി, ലീല മസൂസൻ, ആനി റപ്പായ്, മോളി പീറ്റർ എന്നിവരെയും അവർ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും വിവിധ ഇടവകളിൽ നിന്ന് ഇവിടെ ഈ കൂട്ടായ്മയെ പരിപോഷിപ്പിക്കുവാൻ, ഈ കൂട്ടായ്മയ്ക്ക് വലിയ പ്രചോദനമാകുവാൻ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാരെയും ഓരോ ഇടവകയിൽ നിന്നും എത്തിയിട്ടുള്ള മാതൃവേദി കോർഡിനേറ്റർമാരെയും ഡയറക്ടേഴ്സ് എന്നീ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന സിസ്റ്റേഴ്സിനെയും വൈദികരെയും ഒക്കെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഇന്ന് മനോഹരമാകുക, അർത്ഥമുള്ളതാകുക ഇവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട സാന്നിധ്യം ഒന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വേദിയിൽ ആയിരിക്കുന്ന ഞങ്ങളെക്കാൾ ഒക്കെ ഉപരിയായിട്ട് സ്വാഗതം അർഹിക്കുന്നത് താഴെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. ഏറ്റവും സ്നേഹത്തോടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് സ്വാഗതം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് പേരറിയില്ല എന്നും അത് സാധ്യമല്ല എന്നും. എങ്കിലും മനസ്സിൽ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ഈ സദസ്സിലേക്ക്, വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെ ഇത്ര സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞയച്ച നിങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാരെയും ഇടവകയിലെ നിങ്ങളുടെ സഹോദരങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഏറ്റവും സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അവർക്ക് നന്ദി പറയുകയാണ്. അവരെയും അവരുടെ അസാന്നിധ്യമുണ്ട് ആണ് ഇവിടെ ഉള്ളത് എങ്കിലും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ഇനിയും പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യുവാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമയാചിച്ചുകൊണ്ട് അവരെയെല്ലാം ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊന്ന് ചേർന്ന് ഈ ചരിത്ര മുഹൂർത്തത്തെ ധന്യമാക്കാം. ഇത് ജീവിക്കുന്ന നിമിഷമാക്കി സമൂഹത്തിന്, സഭയ്ക്ക്, ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ നമുക്ക് നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം. എല്ലാവർക്കും ഒരു നല്ല മധ്യാഹ്നം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ ജോർജ് പേട്ടയിലച്ഛനും എല്ലാ സ്നേഹത്തോടും കൂടെ സ്വാഗതം പറയുന്നു. മാതൃവേദിയുടെ രൂപീകരണത്തിൻ്റെയും ഇതുവരെയുള്ള വളർച്ചയുടെയും ഭാവി പ്രതീക്ഷകളുടെയും പ്രവർത്തനങ്ങളുടെയും റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ സെക്രട്ടറി ആൻസി ആൽബർട്ടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അറിവിനായി ഈ റിപ്പോർട്ട് ഞാനിവിടെ സമർപ്പിക്കുന്നു.
അറിയിക്കുകയാണ്. സീറോ മലബാർ മിഷൻ ബാംഗ്ലൂർ മാതൃവേദി 2013 ഫെബ്രുവരി മുതൽ ഇതുവരെയുള്ള പ്രവർത്തന റിപ്പോർട്ട്. 2013 ഒക്ടോബർ 2-ാം തീയതിയായ ഇന്ന് സീറോ മലബാർ മിഷൻ ബാംഗ്ലൂരിൻ്റെ നേതൃത്വത്തിൽ മാതൃവേദി സംഘടന ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഈ സംഘടനയ്ക്ക് ഒരു പുതിയ രൂപവും ഘടനയും കൈവന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഒക്ടോബർ 2 തന്നെയാണ് മാതൃദിനമായി നാം ആഘോഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും ഒക്ടോബർ 2 തന്നെ നാം തിരഞ്ഞെടുത്തു. എന്നാൽ പഴയതിലും വിഭിന്നമായി ഇന്നത്തെ നമ്മുടെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ ഇന്ന് ഈ സംഘടനയ്ക്ക് ശക്തമായ ഒരു നേതൃത്വം ഉണ്ട് എന്നതാണ്. ആ നേതൃത്വം ഇപ്രകാരമാണ്. മിഷൻ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ഫാദർ മാത്യു കോയിക്കര CMI, ലേറ്റി കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ശ്രീ KP ചാക്കപ്പൻ, മാതൃവേദി ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ജോർജ് പേട്ടയിൽ CMO, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ബഹുമാനപ്പെട്ട ഫാദർ ജോയ് ആറിക്കൽ CMI, ബഹുമാനപ്പെട്ട ഫാദർ ഷിജോ കൊടക്കനത്ത് BC, സെയിന്റ് തോമസ് സോണൽ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് കല്ലുകുളം CMI, പൊങ്ങസാന്ദ്ര സോണൽ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ഫാദർ മാത്യു കോയിക്കര, മത്തിക്കര സോണൽ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ഫാദർ ജോർജ് പേട്ടയിൽ, സുൽത്താൻ പാലയ സോണൽ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ഫാദർ ജോർജ് ചിരിക്കൽ പുരയിടം, അസോസിയേറ്റ് ഡയറക്ടറസ് ശ്രീമതി ലൗലി ജോളി. ഈ നേതൃത്വത്തോടും പിന്നെ നമ്മുടെ എല്ലാ പാരിഷ് വികാരി അച്ഛന്മാരുടെ പൂർണ്ണ പിന്തുണയോടും കൂടി നമ്മുടെ മാതൃസംഘം മനോഹരമായി മുൻപോട്ട് പോകുന്നു. ഇനിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. 2013 ഫെബ്രുവരിയിൽ സെന്റ് തോമസ് സോണിന് കീഴിലുള്ള എല്ലാ പാരിഷിലെയും മാതൃവേദി ഭാരവാഹികളുടെ ഒരു മീറ്റിംഗ് സെന്റ് തോമസ് ഫൊറൈൻ ചർച്ചിൽ കൂടുകയുണ്ടായി. ബഹുമാനപ്പെട്ട മാത്യു കോയിക്കരി അച്ഛനും ശ്രീ KP ചാക്കപ്പൻ ചേട്ടനും ബഹുമാനപ്പെട്ട ജോർജ് പേട്ടയിൽ അച്ഛനും ബഹുമാനപ്പെട്ട തോമസ് കല്ലുകുളം അച്ഛനും ശ്രീമതി ലൗലി ജോളിയും പ്രസ്തുത മീറ്റിംഗിന് നേതൃത്വം നൽകി. അന്നത്തെ മീറ്റിംഗിൽ വെച്ച് മാതൃവേദിയെ നയിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായി ഒരു സോണൽ കോർഡിനേറ്റർ, 2 അസിസ്റ്റന്റ് കോർഡിനേറ്റേഴ്സ്, ഓരോ പാരിഷിനും ഓരോ റെപ്രസെൻറ്റേറ്റീവ് എന്നിവരെ തിരഞ്ഞെടുക്കുകയുണ്ടായി. പിന്നീട് അതിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളായി മറ്റു 3 സോണുകളിലും ഇതുപോലെ തന്നെ മീറ്റിംഗും തിരഞ്ഞെടുപ്പും നടത്തിക്കൊണ്ട് മാതൃവേദി സോണൽ കമ്മിറ്റിക്ക് രൂപം നൽകി. അതിനുശേഷം 2013 ജൂൺ മാസം ഈ സോണൽ കമ്മിറ്റിയുടെ മീറ്റിംഗ് സെന്റ് തോമസ് ഫൊറൈൻ ചർച്ചിൽ കൂടുകയും അതിൽ നിന്ന് മാതൃവേദിയുടെ 5 ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ഉണ്ടായി. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർ താഴെ പറയുന്നവരാണ്. പ്രസിഡന്റ് ശ്രീമതി ലില്ലി റെപ്പായി, സെന്റ് ഫ്രാൻസിസ് അസിസി ചർച്ച് ലിംഗരാജപുരം. ജനറൽ സെക്രട്ടറി ശ്രീമതി ആൻസി ആൽബർട്ട്, ബ്ലസ്ഡ് ചാവറ ചർച്ച് വിജിപ്പുര. ട്രഷറർ മിസസ് അനു ജോർജ്, സെന്റ് തോമസ് ചർച്ച് ഡാലഹള്ളി. വൈസ് പ്രസിഡന്റ് ശ്രീമതി പ്രിൻസി ഏണസ്റ്റ്, സെന്റ് റോബർട്ടിൻ ചർച്ച് കസവനഹള്ളി. കോർഡിനേറ്റിംഗ് സെക്രട്ടറി ശ്രീമതി മഞ്ജു ജോഷി, സെന്റ് തോമസ് ചർച്ച് ഡാലഹള്ളി. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും സോണൽ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പല മീറ്റിങ്ങുകളും ഇതിനോടകം നടന്നു കഴിഞ്ഞു. മാതൃവേദിയുടെ ഈ ഭാരവാഹികളുടെ പേര് വിവരങ്ങൾ എല്ലാ പരീക്ഷയിലും എത്തിക്കണം എന്ന ബഹുമാനപ്പെട്ട കോയിക്കരി അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ എല്ലാ ഇടവകളിലും അത് നൽകുകയുണ്ടായി. 2013 ജൂലൈയിൽ സെന്റ് തോമസ് ഫൊറൈൻ ചർച്ചിൽ വെച്ച് കൂടിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ വെച്ച് ബഹുമാനപ്പെട്ട ജോർജ് പേട്ടയിൽ അച്ഛൻ നമ്മുടെ മാതൃവേദിയുടെ 1 വർഷത്തെ പദ്ധതികൾക്ക് രൂപം നൽകി. അവ ഇപ്രകാരമാണ്. 3 മാസത്തിലൊരിക്കൽ സോണൽ കമ്മിറ്റി മീറ്റിംഗ് സംഘടിപ്പിക്കുക. വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് സംഘടിപ്പിക്കുക. മാതൃവേദിയുടെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ 2013 ഒക്ടോബർ 2-ന് നടത്തുക. ഓഗസ്റ്റ് 24-ന് എറണാകുളത്ത് വെച്ച് നടക്കുന്ന ദേശീയ വനിതാ ഫോറം പ്രതിനിധി സമ്മേളനത്തിൽ കഴിയുന്ന അത്രയും അംഗങ്ങൾ പങ്കെടുക്കുക. ഒക്ടോബർ 2-ന് മുൻപായി 4 സോണുകളിലും ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സോണൽ മീറ്റിംഗ് സംഘടിപ്പിക്കുക. സൗകര്യപ്രദമായ ഏതെങ്കിലും ഒരു ദിവസം മാതൃസംഘം ഭാരവാഹികളെല്ലാം ചേർന്ന് ജോർജ് അച്ഛനോടൊപ്പം മാണ്ഡ്യ പിതാവിനെ സന്ദർശിക്കുക. ഓരോ പാരീഷിൽ നിന്നും രജിസ്ട്രേഷൻ ഫീസായി 500 rupees കളക്ട് ചെയ്യുക. ഒക്ടോബർ 2-ന് നടക്കുന്ന സമ്മേളനത്തിന് ഓരോ സോണിനും പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനായി 10 മിനിറ്റ് അനുവദിക്കുക. സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും സോണൽ കമ്മിറ്റിയും ചേർന്നുള്ള അന്നത്തെ മീറ്റിങ്ങുകളിൽ അമ്മമാരായ നമുക്ക് നമ്മുടെ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ നാം അറിഞ്ഞിരിക്കുക. ഓരോ മീറ്റിങ്ങിൻ്റെയും ഉദ്ദേശങ്ങളെക്കുറിച്ചും മാതൃവേദിയുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നാം ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി ബഹുമാനപ്പെട്ട മാത്യു കോയിക്കരി അച്ഛൻ വിശദീകരിക്കുകയുണ്ടായി. ഇടവക തലത്തിൽ നോക്കിയാൽ ആത്മീയ പ്രവർത്തനങ്ങളിൽ എന്നും മുന്നിട്ട് നിൽക്കുന്നത് അമ്മമാരാണെന്നും സേവന തൽപരരായ ധാരാളം അമ്മമാർ നമ്മുടെ ഇടവകളിലുണ്ടെന്നും ആയതിനാൽ ഇത്
സൂക്ഷിക്കണമെന്നും നമ്മുടെ വരും തലമുറകളിലേക്ക് അതുപോലെ പകർന്നു നൽകുവാൻ നമുക്ക് കഴിയണമെന്നും ബഹുമാനപ്പെട്ട തോമസ് കല്ലുകുളം അച്ഛൻ ഓർമ്മപ്പെടുത്തി. മാതൃവേദിയിൽ പ്രവർത്തിക്കുന്നവരും ഇതിന്റെ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരവർക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനങ്ങൾ ഒരു പദവിയോ അധികാരമോ ആയി കാണാതെ ഒരു ശുശ്രൂഷയായി കരുതണമെന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന നേതൃത്വത്തെ നമ്മൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നും നമ്മുടെ പ്രവർത്തനങ്ങളെന്നും സഭയോടും സഭാധികാരികളോടും ചേർന്നതായിരിക്കണമെന്നും ലേറ്റി കോർഡിനേറ്ററായ ബഹുമാനപ്പെട്ട ചാക്കപ്പൻ ചേട്ടൻ അറിയിച്ചു. ഒക്ടോബർ 2 കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള സോണൽ മീറ്റിംഗുകൾ ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 14, 21 എന്നീ തീയതികളിലായി എല്ലാ സോണുകളിലും നടത്തപ്പെട്ടു. അതാത് സോണിന്റെ കോർഡിനേറ്റേഴ്സിന്റെയും ഭാരവാഹികളുടെയും നേതൃത്വത്തിലാണ് മീറ്റിംഗുകൾ നടന്നത്. സെപ്റ്റംബർ 10, 28 എന്നീ തീയതികളായി സെന്റ് തോമസ് കൊറേനിൽ വെച്ച് നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ വെച്ച് ഇന്നത്തെ പ്രോഗ്രാമിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഓരോരുത്തർക്കായി നൽകുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജോർജ് പേട്ടയിൽ അച്ഛനാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇനിയും ദേശീയ വനിതാ ഫോറം 2013 മെയ് 16, 17 എന്നീ തീയതികളിലായി എറണാകുളം കലൂർ റിട്രീറ്റ് സെന്ററിൽ നടന്ന വനിതാ ഫോറം ദേശീയ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് പേട്ടയിൽ അച്ഛന്റെ നേതൃത്വത്തിൽ മിസസ് ലവ്ലി ജോളി, മിസസ് ലിലി റപ്പായി, മിസസ് ലിസി തോമസ്, മിസസ് അനു ജോർജ് എന്നിവർ പങ്കെടുക്കുകയുണ്ടായി. നമ്മുടെ പ്രശസ്ത വൈദികരും പിതാക്കന്മാരും പലരും പങ്കെടുത്ത ആ വനിതാ ഫോറം മീറ്റിംഗിൽ വെച്ച് നമ്മുടെ ദേശീയ വനിതാ ഫോറം ഭാരവാഹികളെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇപ്രകാരമാണ്: പ്രസിഡന്റ് മിസസ് ഡെൽസി ലൂക്കാച്ചൻ ഫ്രം കോതമംഗലം, ജനറൽ സെക്രട്ടറി ശ്രീമതി ലിലി വർഗീസ് ഫ്രം തൃശൂർ, ട്രഷറർ ശ്രീമതി ജിജി ജേക്കബ് ഫ്രം കാഞ്ഞിരപ്പള്ളി, വൈസ് പ്രസിഡന്റുമാർ ശ്രീമതി മാഗി ജോസ് ഫ്രം പാല, ശ്രീമതി ഏലിയമ്മ സെബാസ്റ്റ്യൻ ഫ്രം കല്യാൺ, ജോയിന്റ് സെക്രട്ടറിമാർ ശ്രീമതി ബെറ്റ്സി ഷാജി ഫ്രം ചങ്ങനാശ്ശേരി, ശ്രീമതി ഡോളി മാത്യു ഫ്രം ഉജ്ജയിൻ. കൂടാതെ 7 കമ്മിറ്റി മെമ്പേഴ്സിനെയും തിരഞ്ഞെടുത്തു. അതിലിവിടെ നിന്ന് നമ്മുടെ മിസസ് ലവ്ലി ജോളി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. മിസസ് ലവ്ലി ജോളിക്കും തിരഞ്ഞെടുക്കപ്പെട്ട മറ്റെല്ലാ ഭാരവാഹികൾക്കും സീറോ മലബാർ മിഷൻ ബാംഗ്ലൂർ മാതൃവേദിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാ പ്രവർത്തന പിന്തുണയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പിന്നീട് 2013 ഓഗസ്റ്റ് 24 തീയതി സഭാ ആസ്ഥാനമായ കൊച്ചി കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്ന സീറോ മലബാർ സഭ വനിതാ ഫോറം ദേശീയ പ്രതിനിധി സമ്മേളനത്തിൽ ബാംഗ്ലൂർ മിഷനിൽ നിന്നും ബഹുമാനപ്പെട്ട ജോർജ് അച്ഛന്റെ നേതൃത്വത്തിൽ ഏകദേശം 12 പേർ പങ്കെടുക്കുകയുണ്ടായി. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആത്മായ കമ്മീഷൻ ചെയർമാൻ മാർ മാത്യു അരക്കൽ പിതാവ്, വനിതാ ഫോറം രക്ഷാധികാരി മാർ മാത്യു ആനിക്കുഴിക്കാട്ടൽ പിതാവ് എന്നിവരുടെ അനുഗ്രഹ പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. മാതർ സെബാസ്റ്റ്യൻ എടയന്തരത്ത് പിതാവ് പ്രവർത്തന മാർഗരേഖ വനിതാ ഫോറം അനിമേറ്റർ സിസ്റ്റർ ജോൺസി CMCക്ക് നൽകി പ്രകാശനം ചെയ്തു. ആത്മായ കമ്മീഷൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് BC സെബാസ്റ്റ്യൻ ആത്മായ കമ്മീഷൻ ആഗോളതല പ്രവർത്തനങ്ങളെക്കുറിച്ചും വിവിധ ഫോറങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ദേശീയ വനിതാ ഫോറം ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ജോസ് കൊച്ചുപറമ്പിലും പ്രസംഗിക്കുകയുണ്ടായി. സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ മാതൃവേദി അംഗങ്ങൾക്കും പ്രത്യേകമായി ജോർജ് പേട്ടയിൽ അച്ഛനും അഭിനന്ദനങ്ങൾ. കൂടാതെ അന്നത്തെ സമ്മേളനത്തിൽ രക്ഷിതാക്കളുടെ മതബോധനം എന്ന വിഷയത്തെ ആസ്പദമാക്കി 3 മിനിറ്റ് സംസാരിക്കുവാനുണ്ടായിരുന്നു. ആ കൃത്യം നിർവഹിച്ചത് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ മിസസ് ലവ്ലി ജോളിയാണ്. ലവ്ലിക്ക് പ്രത്യേകം നന്ദി. നമ്മുടെ മാതൃസംഘം വളരെ ഭംഗിയായി മുൻപോട്ട് പോകുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നമ്മുടെ മാതൃവേദിയിലെ എല്ലാ അംഗങ്ങളും പ്രാർത്ഥനയിലും പ്രവർത്തനങ്ങളിലും ഒന്നായി ഒരേ മനസ്സോടെ വ്യാപരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി ആൻസി അൽബർട്ട്. ദൈവിക ചൈതന്യം തിരിയുടെ രൂപത്തിൽ തെളിയിച്ച് ഈ വേദിയെ ധന്യമാക്കുന്നതിനും മാതൃവേദിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിനുമായി പ്രിയ ബഹുമാനപ്പെട്ട വനിതാ ഫോറം നാഷണൽ ഡയറക്ടറായ ഫാദർ ജോസഫ് കൊച്ചുപറമ്പിലിനെ ക്ഷണിക്കുന്നു. ഇടവക വികാരിയും സോണൽ ഡയറക്ടറുമായ റവറൻ ഫാദർ ഡോക്ടർ തോമസ് കല്ലുകുളം, സീറോ മലബാർ സഭ അൽമായ സഭ സെക്രട്ടറി അഡ്വക്കേറ്റ് BC സെബാസ്റ്റ്യനും ബാംഗ്ലൂർ മിഷൻ ലേറ്റി കമ്മീഷൻ കോർഡിനേറ്റർ മിസ്റ്റർ KP ചാക്കപ്പനും, വനിതാ ഫോറം നാഷണൽ പ്രസിഡന്റ് മിസസ് ഡെൽസി ലൂക്കാച്ചൻ, നാഷണൽ ആനിമേറ്റർ റവറൻ സിസ്റ്റർ ജോൺസി CMC, മാതൃ
പ്രസിഡന്റായ മിസ്സിസ് ലില്ലി റപ്പായി. ഉദ്ഘാടന പ്രസംഗത്തിനായി ഫാദർ ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു ഒയ്കരച്ച്, സീറോ മലബാർ വനിതാ ഫോറം ദേശീയ പ്രസിഡന്റ് ശ്രീമതി ഡെൽസി ലൂക്കാച്ചൻ, ബഹുമാനപ്പെട്ട ജോർജ് പേട്ടയിലച്ചൻ, സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ടരായ വ്യക്തികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, നിരസ്നേഹമുള്ള അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, നമ്മുടെ ബാംഗ്ലൂർ റീജിയനിൽ മാതൃവേദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ദൈവം ഒരുക്കിയ ഒരു ദിവസമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ, എനിക്ക് തോന്നുന്നു 3 വർഷങ്ങളിൽ തന്നെ വലിയ അധ്വാനം അതിന് പിന്നിലുണ്ട്. 30 വർഷങ്ങൾക്കൊന്ന് രൂപം കൊടുത്തെങ്കിലും ഔദ്യോഗികമായ രീതിയിൽ ബാംഗ്ലൂർ റീജിയൻ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഏകോപനം ഉണ്ടായത് എന്നാണ്. മാത്രമല്ല, ഇവിടെ ഇപ്രകാരം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ സീറോ മലബാർ വനിതാ ഫോറവുമായിട്ട് അഫിലിയേഷൻ നടത്തിയിരിക്കുന്നതുകൊണ്ട് ഈ ബാംഗ്ലൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല. സീറോ മലബാർ സഭയിലെ 30 രൂപതകളോടും അതുപോലെ തന്നെ മറ്റ് മിഷൻ സ്റ്റേഷൻസിനോടുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത്. നമ്മളെല്ലാവരും സീറോ മലബാർ സഭയുടെ മക്കളാണെന്നും പരസ്പരം ബന്ധങ്ങളുള്ളവരാണെന്നും നമ്മൾ ഏറ്റുപറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളാരും ഒറ്റപ്പെട്ടവരല്ല, നമ്മളെല്ലാവരും വലിയൊരു സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു മാതൃവേദി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഇതുകൊണ്ട് പല കാര്യങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. മാത്രമല്ല, അതിന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ 1-2 എണ്ണം. ഒന്നാമത്തേത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു കൂട്ടായ്മയുണ്ടാകുന്നു. രണ്ടാമതായിട്ട്, നമ്മൾ ഇതുപോലുള്ള മീറ്റിങ്ങുകൾ, സെമിനാറുകൾ സംഘടിപ്പിക്കുമ്പോൾ അറിവിൻ്റേതായ വളരെയധികം മേഖലകൾ നമുക്ക് തുറന്നു കിട്ടും. സഭയുടെ പഠനങ്ങളെക്കുറിച്ച്, സഭയെക്കുറിച്ച്, നമ്മെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ചൊക്കെ അറിവ് നൽകുന്ന അനേകം കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയുടെ ഈ സീറോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇരുന്ന നല്ലൊരു സദസ്സര്, അഭിസ്ഥിതിൽ ഉൾപ്പെട്ട ആളുകൾ പറഞ്ഞു, സീറോ എന്ന് പറഞ്ഞാൽ 0. അതിനപ്പുറം അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യങ്ങളില്ല. അറിയാത്ത ഒന്നിനെയും ആർക്കും സ്നേഹിക്കാനാവില്ല. ഒരുപക്ഷെ നമ്മുടെ മക്കളൊക്കെ വിവാഹപ്രായമാകുമ്പോൾ അവരുടേതായ വഴികളിലൂടെ നീങ്ങുന്നുണ്ടെങ്കിൽ, സഭയൊക്കെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ സഭ എന്താണെന്ന് അറിയില്ലാത്തത് കൊണ്ടാണ്. ഈ സീറോ മലബാർ സഭ എൻ്റെ അമ്മയാണെന്നും ഞാൻ ഈ അമ്മയുടെ മക്കളാണെന്നൊക്കെയുള്ള, ഞങ്ങളുടെ അമ്മയുടെ മക്കളാണെന്നുള്ള ബോധ്യങ്ങളുണ്ടെങ്കിലോ ഈ അമ്മയെ വിട്ടുപോകില്ല. അതുകൊണ്ട് സഭയെ അറിയണം, യേശുവിനെ അറിയണം. അറിയാത്ത ഒന്നിനെ അവർക്ക് സ്നേഹിക്കാനാവില്ല. ഇങ്ങനെ അറിവിൻ്റെ മേഖലകൾ നമുക്ക് തുറന്നു കിട്ടുന്നു. അതുപോലെ തന്നെ വീണ്ടും ഇവിടെ ഇന്ന് പല കലാപരിപാടികൾ വരുന്നുണ്ട്. വിവാഹത്തിന് മുൻപുണ്ടായിരുന്ന തങ്ങൾക്കുള്ള കഴിവുകൾ വിവാഹത്തിന് ശേഷം ഇതുവരെയും പുറത്തെടുക്കാൻ പറ്റാത്ത ധാരാളം അമ്മമാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടേതായ വേദികൾ ഇതുപോലുള്ള കഴിവുകളൊക്കെ പ്രകാശിപ്പിക്കാനുള്ള അനവധി അവസരങ്ങൾ ഈ മാതൃവേദി നമുക്ക് പ്രദാനം ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ സഹായം അർഹിക്കുന്ന അനേകം ആളുകളുണ്ട്. ഒരു വ്യക്തിക്ക് അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒരു സമൂഹം എന്ന രീതിയിൽ അനേകരെ സഹായിക്കാൻ നമുക്കിടയാകും.
ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തന്നു. ഇത് ഉപയോഗിച്ച് അനേകർക്ക് പാഥേയമാകാൻ നമുക്കിടയാകും. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ സംഘടന വഴി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും അനന്തമായ സാധ്യതകൾ നമുക്കുണ്ട്. ഒരു ഇടവകയിലുള്ള ഏതാനും മാതാക്കൾ വരുന്ന ഒരു സംഘടന എന്നതിനേക്കാൾ ഉപരി സീറോ മലബാർ സഭയിലുള്ള മുഴുവൻ വനിതകളെയും ഉൾക്കൊള്ളുന്ന ഒന്നായിട്ട് ഇതിനെ മാറ്റിയെടുക്കാനിടയാകണം. ഒരുപക്ഷെ ഒരു പള്ളിയിൽ ദേവാലയത്തിൽ നമ്മുടെ മാതൃവേദിയുടെ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏതാനും അമ്മമാർ വന്നെന്ന് വരും. പക്ഷെ എനിക്ക് തോന്നുന്നു മാതൃവേദിക്ക് കുറച്ചുകൂടി അപ്പുറത്തേക്ക് ചിന്തിക്കാനുണ്ട്. ഇങ്ങനെ വരുന്ന സാധാരണ മീറ്റിങ്ങുകളുണ്ട്. അതിനു പുറമെ മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ബാംഗ്ലൂർ തന്നെയാണെങ്കിൽ ഇവിടെയുള്ള പല പ്രൊഫഷൻസ് ഉള്ള സ്ത്രീജനങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ ഒരു ഫോറം വിളിക്കുക, വനിതാ ഡോക്ടർമാരുടെ ഒരു ഫോറം വിളിക്കുകയാണ്. അപ്പോൾ അവർ ജീവന്റെ സൂക്ഷിപ്പുകാരാകാനുള്ള വലിയ ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഒരു പ്രോ ലൈഫ് ഓറിയന്റേഷൻ സഭയുടെ പഠനങ്ങളൊക്കെ കൊടുക്കാനാകും. ക്രിസ്തു സാക്ഷികളായി രൂപാന്തരപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള വനിതകൾ അങ്ങനെയുള്ള വിളിച്ചു കൂട്ടുന്നു. ഇങ്ങനെ അത് നേഴ്സുമാരുടേതായ ഇങ്ങനെയുള്ള വനിതകൾ വിളിച്ചു ഓരോ ജോലികളിൽ ചെയ്യുന്നവരുടെ സംഘങ്ങൾ വിളിച്ചു കൂട്ടിയാൽ അവരെല്ലാം അവർ നടത്തേണ്ട ചെയ്യേണ്ട ക്രിസ്തു സാക്ഷ്യത്തെക്കുറിച്ചുള്ള അവബോധം അവർക്ക് കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല അവരുടെ വലിയ കഴിവുകൾ സംഭാവനകൾ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനാകും. അതുപോലെ തന്നെ ഈ മാതൃവേദിയുടെ ആഭിമുഖ്യം ചെയ്യാവുന്ന മറ്റൊരു കാര്യം, നമുക്ക് കൃത്യമായ ഇടവകകളുണ്ട്. ആ ഇടവകകൾക്കെല്ലാം ഉള്ള ബൗണ്ടറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് അനേകം കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഇവിടെ പഠനത്തിനും ജോലിക്കുമായിട്ട് വരുന്നുണ്ട്. ഒരുപക്ഷെ കരുതലില്ലാത്തതിൻ്റെ പേരിൽ, കെയറിങ് കൊടുക്കാത്തതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകുന്നവരാ കൂടെ ഉണ്ട് എന്നൊരു സംശയമില്ല. അപ്പം നമ്മുടെ ഇടവകയിൽ ഇതുപോലുള്ള കുട്ടികളും നാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇടവകയിൽ വന്ന് താമസിക്കുന്ന ഹോസ്റ്റലുകളിലുള്ള കുട്ടികൾ ആരൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്താനും വല്ലപ്പോഴൊക്കെ ഒരുമിച്ച് കൂട്ടാനും മാതൃവേദി നേതൃത്വം കൊടുക്കണമെന്ന ഒരു അഭിപ്രായം കൂടി ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ്. ആ രീതിയിൽ ഇങ്ങനെയുള്ള അനന്തമായ സാധ്യതകൾ നമ്മൾ ഉൾക്കൊള്ളണം. ആ സാധ്യതകൾ ഏറ്റെടുക്കണം. അങ്ങനെ സമൂഹത്തിൻ്റെയും സഭയുടെയും വളർച്ചയ്ക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി ജീവിക്കുന്ന അനേകം മഹാന്മാക്കളായ സ്ത്രീ രക്തങ്ങൾക്ക് രൂപം കൊടുക്കാൻ തീർച്ചയായിട്ടും ഈ മാതൃവേദിക്ക് സാധിക്കും. നമ്മുടെ കഴിവുകൾ നമ്മൾ തന്നെ ഒതുക്കി വയ്ക്കാതെ ഈ സഭയുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കാൻ, മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് അല്പം കൂടി നിറം പകരാൻ, മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് അല്പം കൂടി സൗരഭ്യം കൊടുക്കാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അനുഗ്രഹവും അതിനുള്ള പ്രവർത്തന പദ്ധതികളും മാതൃവേദി വഴി നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ മനോഹരമായ ദിവസം ഇവിടെ ഒരുക്കിയ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പേട്ടയിലച്ചനും മറ്റ് ലില്ലി ചേച്ചിയുടെ ലൗലി ചേച്ചി ഇങ്ങനെയുള്ള ഭാരവാഹികൾ കൊയ്ക്കരിച്ച നേതൃത്വത്തിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇതൊരു തുടക്കമല്ല, ഇതൊരു അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. അനേകം കാലങ്ങൾ ഇനി മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ. Pranam
അടുത്തത് നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ഒരു കോമഡി സ്കിറ്റാണ്. ആധുനിക കുടുംബജീവിതത്തിലെ ഒരു ഭാര്യയും ഭർത്താവിനെ നമുക്ക് പരിചയപ്പെടാം. സ്കിറ്റ് അവതരണം ബ്ലസ്ഡ് ചാവറ ചർച്ച്, രചന സംവിധാനം ആൻസി ആൽബർട്ട്. വേദിയിൽ വരുന്നവർ ലിസി തോമസ്, വിൻസി സോജൻ. ഈ ഭർത്താക്കന്മാർക്കൊക്കെ എന്തൊരു കഷ്ടമാണ്. എനിക്ക് ആ പെണ്ണുങ്ങൾക്ക് ഇന്ന് സമ്മതിച്ചു കൊടുത്താൽ പോലെ ഇന്ന് കീഴ്വഴങ്ങാൻ എന്ത് ബുദ്ധിമുട്ടാണ്. എന്റെ ഭർത്താവേ, സാധനത്തിനൊക്കെ എന്തോ ഒരു വിലയാണ്. ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ കെട്ടിക്കാൻ നമ്മൾ അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ. ഒരു 10 കിലോ സവാള കൊടുത്താൽ പോരെ. ഇവിടുത്തെ വില അതുപോലത്തെ അല്ലേ. നോക്കേ, ഒരു ഭർത്താവ് എന്ന ഒരു സാധനം ഇവിടെ വന്നിട്ട് ഇവർക്ക് കാണുന്നുണ്ടോ നോക്കിക്കേ. തടിച്ചു കൊഴുത്തിരിക്കുക. എന്നാ ഇങ്ങനെ തിന്നുക, കാണുക, തിന്നുക. ഞാൻ കഷ്ടപ്പെട്ട് എല്ലാ സാധനവും കൊണ്ടുവന്ന് ഒക്കെ പ്ലേറ്റിലിരിക്കുന്നു. നോക്ക്, ഒന്ന് തന്നാൽ ഒന്ന് കൊടുത്താൽ തിരിച്ച് 2 തരും. അത് പേടിച്ച് മോളെ വിൻസി, വിൻസി, വിൻസി. മോളെ, ഈ ഭർത്താവെന്ന ഒരാൾ വന്നത് മോള് കണ്ടോ? മോളെ, ഒരു ഗ്ലാസ് ചായ. വിൻസി, ഒരു ഗ്ലാസ് ചായ. എൻ്റെ പൊന്നു ചേട്ടാ, ആ പാദസരത്തിലെ സൂരജ് തന്നെ ചായ കുടിക്കുന്നത്. ചേട്ടൻ ഒരു ഗ്ലാസ് ചായ വിട്ട് കുടിക്കുന്നതിന് വാച്ച് പോരി പോവുകയില്ല. സീരിയലിന്റെ ഗുണം ഈ പെണ്ണുങ്ങളൊക്കെ ഇല്ലേ, എന്ത് ചെയ്യാനാ. ശരി, ചായ വേണ്ട എങ്കിലും മോളെ, നീ ആ ദൈവത്തിന്റെ മുമ്പിൽ ഒരു തിരിയെങ്കിലും കത്തിച്ചോ. എൻ്റെ ചേട്ടാ, തിരിയും തീപ്പെട്ടി ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഒന്നും കെടുത്തിട്ടുണ്ട്, ഞാൻ കച്ചു തന്നേക്കാന്നില്ല. ഗുണം കൊള്ളാം. സറിയും ഇരിക്കുന്നു സൂര്യയുടെ. എന്റെ പൊന്നുമോളെ, ഒന്ന് കത്തിക്കടി. ഇന്ന തീപ്പെട്ടി ഇങ്ങനെ പോയാലെല്ലാം നടക്കുന്ന കാര്യമാണ്. എന്താ ദൈവമേ, എന്നാ ചെയ്യാനാ. ഇവിടെ ഒന്ന് കരിഞ്ഞ മണം. മിൻസി, ഇതെന്നാന്ന് നോക്കിക്കേ, കരിക്കട്ട പോലെ ഇരിക്കുന്നു. എൻ്റെ ചേട്ടാ, പാവയ്ക്കൊക്കെ ഇഷ്ടമുള്ളതുണ്ട്, ഞാൻ ഇത് വെച്ചതാ. അതും കരിഞ്ഞെങ്കിൽ അങ്ങ് കളഞ്ഞേരെ, വേറെ ഉണ്ടാക്കി തരാം. ഇപ്പോഴത്തെ ഗ്യാസിന്റെ വില ഓർത്ത് കഴിഞ്ഞാൽ ഇവ തിരിച്ചു തരും. എൻ്റെ ദൈവമേ, കൈരളിയിൽ എടി, ആ കൊച്ചവിടെ കിടന്നുറങ്ങുന്നു. അതിന് വല്ല ഹോംവർക്കോ അതിന് വല്ല കഴിക്കാനോ നീ എന്തെങ്കിലും കൊടുത്തോ? എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ കൊച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രെഡ് ജാമും കൊടുത്തു. അതിനുശേഷം അവർക്ക് ഞാനുള്ള ഹോംവർക്ക് ഞാൻ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മനുഷ്യരൊന്നും മിണ്ടാതിരിക്കാൻ. കണ്ടോ, ഇപ്പോഴത്തെ ബ്രെഡ് കമ്പനി ഉള്ളതുപോലെ ഞങ്ങളെ പോലുള്ള ഭർത്താക്കന്മാർക്ക് വളരെ ലാഭം. കാരണം കഞ്ഞി കുടിച്ച് പോകാമല്ലോ. അയ്യോ, എന്ത് ചെയ്യാം, എന്താ ചെയ്യാനാ. എടി ബിൻസി, നീ നോക്കിക്കോ. ഇനി തൊട്ട് ഞാനേ എൻ്റെ ദൈവം, ഞാൻ എന്നെ പറയണ്ടേ. എടി ബിൻസി, ഒരു 8:30 തൊട്ട് ഒരു 9 മണി വരെ നീ എൻ്റെ ഭാര്യയായിട്ടൊന്ന് ഇരിക്കാവോ? ചേട്ടൻ എന്നാ പറഞ്ഞേ? 8:30 തൊട്ട് ഒരു 9 മണി വരെ. 8:30 തുടങ്ങി 9 മണി വരെ. ചേട്ടാ, ഒരു കാര്യം, ചേട്ടനുള്ള ഒരു 9 മണി 9 മണി അറിയാമോ? 8:30ക്ക് വെറുതെയല്ല ഭാര്യ ശ്വേത മേനോന്റെ എൻ്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റാണ്. എനിക്കതൊന്ന് കാണും. അതുകൊണ്ട് ചേട്ടൻ 9 മണിയായിട്ട് വന്നാൽ മതി കേട്ടോ. അവിടെയും പോയി എന്നാ ചെയ്യും? ഇവിടെ എന്നാ ചെയ്യും? എടി മിൻസി, നീ നോക്കിക്കോ. നാളെ തൊട്ട് ഈ നിഷ്കളങ്കനായ ഈ മനുഷ്യൻ കുടിയെന്ന് അറിയത്തില്ല, മണമെന്ന് പോലും അറിയാതെ. നോക്കിക്കോ, നാളെ തൊട്ട് ഇവിടെ 10 മണിയാകുമ്പോൾ ഞാൻ കയറി വരും. നീ നോക്കിക്കോ, ഞാൻ കുടിച്ചില്ലെങ്കില്ലാതെ പോയിക്കണമെന്ന് നോക്കിക്കോടി. നീ നോക്കിക്കോ, നോക്കിക്കോ. ചേട്ടാ, 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 പഠിക്കുക. ചേട്ടൻ എന്നാ പറഞ്ഞേ? ഞാൻ 10 മണിയാകുമ്പോഴേ തുറന്നു. 10 മണിയാകുമ്പോഴല്ലേ? ചേട്ടനൊരു കാര്യം ചെയ്തു ചേട്ടാ, 10 മണിക്ക് വരണ്ട, ഒരു 11 മണിയായിട്ട് വന്നാൽ മതി കേട്ടോ. അതിനാണ് ചേട്ടാ, 10 മണിക്ക് കുങ്കുമപ്പൂവുണ്ട്. അതിന് ശാലിനി അമ്മയെ കണ്ടുമുട്ടിയോ? ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതിന്റെ ലാസ്റ്റ് എപ്പിസോഡാ, എനിക്കത് കണ്ടു തീരണം. അതുകൊണ്ട് ചേട്ടൻ
ഞാൻ തന്നെ ഏറ്റ കാര്യമാണ്. കല്യാണം കഴിക്കുമ്പോൾ വെറും 35 കിലോ ഉള്ളത് ഇപ്പൊ എത്ര കിലോ ഉണ്ട്? 150 കിലോ ഉണ്ട്. തിന്നിരിക്കുമല്ലേ. ഞാൻ എന്നാ ചെയ്യാന്? ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അപ്പന് ബേക്കറി കടയായിരുന്നു, അതിൻ്റെ അടുത്തായിരുന്നു എൻ്റെ തയ്യൽ കട. ഇവളിങ്ങനെ വന്നു, തുണി തയ്ക്കാൻ വന്നു, അങ്ങനെ വന്നു പോയി ഞങ്ങളിങ്ങനെ നപ്പായി ഇങ്ങനെ വന്ന് അവസാനം തുണിയില്ലാതെ വന്നു. സോറി, അതൊന്നും ഓർത്തല്ലേ, അവള് തയ്ക്കാനുള്ള തുണിയില്ലാതെ വന്നു. എന്നാ ചെയ്യാനാ? ഈ ഭാരം എൻ്റെ തല കയറിപ്പോയില്ലേ. എന്നാ ഒരു പണി ഒപ്പിച്ചാലും ഇവളെന്നാ ചെയ്യുന്നതൊന്ന് നോക്കട്ടെ. എന്റെ പൊന്നു നിങ്ങൾക്ക് ബി എസ് സി പരീക്ഷയാണോ? എനിക്ക് ഇരിപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. ആ ടി വി നോക്കിക്കേ. ടി വി പോയി നോക്കാറില്ല. പെട്ടെന്ന് എനിക്ക് ഞാൻ പിടിക്കും കേട്ടോ. ഇപ്പൊ സമയമായി എനിക്ക് ശരിയല്ലേ. നീ വിഷമിക്കാതെ എന്റെ പറിച്ചു കേട്ടോ. ഞാൻ ടി വി പള്ളി നോക്കി മനുഷ്യ. നോക്ക എന്നാ പറ്റിയെന്നോ? അയ്യോ പോയി. എന്നെ പറ്റിച്ചേട്ടാ? പിക്ചർ ട്യൂബ് പോയി. പിക്ചർ ട്യൂബോ? ഇപ്പം എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. ഈ മാസത്തെ കഴിഞ്ഞു. അതുകൊണ്ട് അടുത്ത മാസം ഞാൻ ശരിയാക്കാം. ഇതിനൊരു 3000 രൂപ വേണം. അതുകൊണ്ട് അടുത്ത മാസത്തേക്ക് ഞാൻ റെഡിയാക്കി തരാം. അതുകൊണ്ട് അതുവരെ നീ വിഷമിക്കാതെ ഇരിക്കുക. ചേട്ടൻ എങ്ങനെയെങ്കിലും പോയി ഒരാളെ വിളിച്ചോണ്ട് പോ. ഇവിടെ എവിടെ ഈ ബാംഗ്ലൂർ എവിടെയെങ്കിലും കൃഷിമാർക്കാണ് പോയി വിളിച്ചോണ്ട് വാരെങ്കിലും വേഗോ എന്നെ നോക്കി നിങ്ങൾ പോയി വിളിച്ചോണ്ട് നിപ്പ് കണ്ടില്ലേ? ഓ അയ്യോ മനുഷ്യൻ പോയ പോക്ക് എപ്പോ തിരിച്ചു വരുമോ? ആ ജെയിംസ് കൊണ്ടുവന്നേ മനെ. എൻ്റെ ടി വി ഇതാ വർക്ക് ചെയ്യുന്നില്ല. പിച്ചിട്ട് പോകാനാ ചേട്ടൻ പറയുന്നത്. നീ ഒന്ന് നോക്കിക്കേ. എൻ്റെ വെള്ളം വേണോ? ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ. ഒരു മിനിറ്റ് ഇരിക്കാൻ. കഴിഞ്ഞോ? ഓക്കെ. 1500 രൂപയാണ്. 1500 രൂപ നിനക്ക് ഞാൻ തന്നേക്കാം. ശരി, ഓക്കെ, താങ്ക് യു. അവിടെ എല്ലാം ഞാൻ തിരക്കി, ഒരു ഇലക്ട്രീഷ്യന്മാരുമില്ല. പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ധർമ്മരാമി ഭയങ്കര ഓണത്തിന്റെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ തോമസ് കലോളത്തിന്റെ അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു നമ്മുടെ ചാക്കപ്പച്ചേട്ടനോട് ചോദിക്കാൻ. ഞാനിങ്ങനെ ചാക്കപ്പച്ചേട്ടൻ്റെ അടുത്ത് ചെന്നപ്പോൾ ചാക്കപ്പച്ചേട്ടൻ വനിതാ പ്രവർത്തികളൊന്നും നല്ല വിലസിക്കൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് പറയാനൊന്നും നേരമില്ല. അതുകൊണ്ട് നീ ഒന്നും വിഷമിക്കില്ല. അടുത്ത മാസം ഞാൻ എങ്ങനെയാണെങ്കിലും ശരിയാക്കി തരാം. എന്നാ വാ ചേട്ടാ, ഇരിക്കേ. എന്തൊരു സ്നേഹം. ഇരിക്ക് ചേട്ടാ. മാമി ഇരിക്കേ. ഞാൻ ഇവിടെ നിന്നോളാം. ഇരിക്കേ. നിന്നോളാം. ഇതെങ്ങനെ വന്നു? ചേട്ടൻ പറഞ്ഞ എത്ര രൂപയാന്ന് പറഞ്ഞേ? 3000 രൂപ. എത്ര രൂപ? 3000 രൂപ. 3000 രൂപയല്ലേ? വെറും 1500 രൂപയ്ക്ക് ഞാൻ നന്നാക്കിയെടുത്തു. 1500 രൂപയ്ക്ക് ഞാൻ നന്നാക്കിയെടുത്തു. കാറ്റുപോയോ? വാ, എന്റെ ചേട്ടനല്ലേ? 1500 രൂപയ്ക്ക് ഞാൻ നന്നാക്കിയെടുത്തു കേട്ടോ. എന്റെ കർത്താവ്. മരണം വരെയും ഞങ്ങൾ തിരിയാതെ ആശുനിരാശുകൾ ആജീവനാദവും ഒന്നിച്ചു വാഴണമെന്നാളും. ആശുനിരാശുകൾ ആജീവനാദവും ഒന്നിച്ചു വാഴണമെന്നാളും. മിഷൻ ബാംഗ്ലൂർ വനിതാ ഫോറത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി ചേർന്നിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ വേദിയിലിരുന്ന എൻ്റെ പ്രിയപ്പെട്ട അതിഥികളെ, വിശിഷ്ടാതിഥികളെ, ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ഏറ്റവും വാത്സല്യമുള്ള അമ്മമാരെ, സുഹൃത്തുക്കളെ,
രാവിലത്തെ അഡ്വക്കേറ്റ് PC സെബാസ്റ്റ്യന്റെ പ്രസംഗം ഏറ്റു എന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആധുനിക സാങ്കേതിക വിനിമയങ്ങളുടെ അതിപ്രസരം കുടുംബത്തിന്റെ കൂട്ടായ്മയെ തകർക്കുമെങ്കിലും കഥയുടെ അവസാനം ചെന്നു ചെയ്യുന്നത് കവളത്ത് കൊടുത്ത ഒരു ഉണ്മയിലാണ്. നല്ലൊരു തുടക്കം പ്രസംഗം മനസ്സിലാവുന്നുവെന്ന് ഇവിടെ തെളിയിക്കുകയായിരുന്നു. Every action of mine be something beautiful for God. വിവാഹിതരല്ലാത്ത ഒരമ്മയുടെ വാചകമാണ് മദർ തെരേസ. ഇന്ന് ദിവ്യബലി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സംഘം അമ്മമാർ എന്നോട് പറഞ്ഞു, ഓ ഇത്രയും പേരുണ്ടല്ലേ. ആദ്യ കുർബാന സ്വീകരിച്ച കുഞ്ഞുമക്കളെ നമ്മൾ ഒരുമിച്ച് കൂട്ടി ഏഞ്ചൽസ് മീറ്റ് നടത്തിയപ്പോൾ വളരെ പ്രാവുകളെ പോലെ പറന്നു നടക്കുന്ന കുഞ്ഞുമക്കൾ ഈ ഹോള് നിറഞ്ഞു നിന്നപ്പോൾ ആ കുഞ്ഞുങ്ങളും ചിന്തിച്ചു കാണണം, ഓ ഞങ്ങളെപ്പോലെ ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ടുള്ള കുഞ്ഞുമക്കള് ഈ ബാംഗ്ലൂരിൽ ഇത്രയും ഉണ്ടല്ലേ. ഇനി ഒരു നാളിൽ നമ്മൾ അൾത്താര ശുശ്രൂഷ നടത്തുന്ന നമ്മുടെ മക്കളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അൾത്താര ശുശ്രൂഷ ചെയ്യുന്ന അവരും വിചാരിക്കും, ഞങ്ങളുടെ ഇടവകയിലുള്ള 10-15 പേരല്ല, എത്രയോ പേരാണ് ഞങ്ങളെപ്പോലെ അൾത്താരയെ ശുശ്രൂഷിക്കുന്നതെന്ന്. അതെ പ്രിയപ്പെട്ട സഹോദരികളെ, നമ്മുടെ ഈ ഓരോ ഇടവകയുടെയും പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് നടക്കുന്നത്, ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും ഭാരവാഹികളുടെയും ദൈവജനത്തിന് സഹകരണത്തോടെ നടക്കുന്നത് ഏകോപിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നെ കൂടെ സഹകരിക്കുന്ന എല്ലാവരോടും കൂടി കർദിനാളിന്റെ നിർദ്ദേശമായി ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് അഭിവന്യ ബെർണാഡ് മോറിസ് പിതാവിന്റെ കീഴിലാണ്. അതേസമയം തന്നെ നമ്മുടെ ഒരു സമൂഹം വളരണമെങ്കിൽ നമുക്കതിൻ്റെതായിട്ടുള്ള ഒരു സംഘടിതമായിട്ടുള്ള ഒരു ക്രമപരമായിട്ടുള്ള ഒരു രീതികൾ വേണം, അതിനുള്ള വേദികൾ വേണം, അതിനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം, അതിനുള്ള നേതൃത്വം ഉണ്ടാകണം. ഇതാണ് പിതാവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, കർദിനാൾ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ ബാംഗ്ലൂരിൽ ഏകദേശം 80,000 നമ്മളിപ്പോൾ പറയാറുള്ളത്. കൃത്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും 60,000 മേലെ തീർച്ചയായിട്ടും. പിന്നെ പഠിക്കുവാൻ വരുന്ന നഴ്സിംഗ് കുട്ടികൾ, ജോലി അന്വേഷിച്ച് വരുന്നവര്, യുവജനങ്ങൾ എല്ലാവരെയും കൂട്ടിയാൽ 100,000 താഴെ വരുമെന്നുള്ളൊരു സംശയമില്ല ഈ ബാംഗ്ലൂരിൽ സിറോ മലബാർ സഭയുടെ അംഗങ്ങളായിട്ട്. അപ്പോൾ ഈ ബാംഗ്ലൂരിലുള്ള സിറോ മലബാർ സഭയെ മനസ്സിലാക്കുവാനായിട്ട് 23 ഇടവകളിൽ വിവിധ ഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഒരുമിച്ച് കൊണ്ടുവരുവാനായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അറിയുക, സ്നേഹിക്കുക. അറിയുന്നതിനായിട്ട് പ്രധാനമായിട്ടും വരേണ്ടത് ഇതുപോലെയുള്ള വേദികളാണ്. 23 ഇടവകളും ദിവ്യീകരണ സമൂഹത്തിലുള്ള അമ്മമാർ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് പൊതുവായിട്ടുള്ള രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് യുവജനങ്ങളെ സംഘടിപ്പിക്കുവാൻ സാധിച്ചു. സോണൽ കോർഡിനേറ്റർ ഡയറക്ടറായിട്ട് നമ്മുടെ തോമസ് അച്ഛനാണ്, കല്ലുവിള അച്ഛനാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാട്ടിലെ പോലെ തന്നെ നമുക്ക് വിശ്വാസ പരിശീലന കാറ്റഗീസ് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചു. നാട്ടിലെ പോലെ തന്നെ ബൈബിൾ കലോത്സവങ്ങൾ മനോഹരമായി നടത്തി വരുന്നു. ഈ വർഷം ഇതാ മാതൃവേദി, അമ്മമാരുടെ ആ ഒരുമയുടെ കൂട്ടായ്മയുടെ ഒരു രൂപം ഇവിടെ ജന്മം കൊള്ളുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞ മറ്റൊന്നാണ്, തുടക്കം കുറിച്ച മറ്റൊന്നാണ് എന്റർപ്രനേഴ്സ് ഫോറം. ബിസിനസ്സുകാര് മുഖ്യധാരയിലേക്ക് സഭയിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള നമ്മുടെ പരിശ്രമങ്ങൾ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഡയറക്ടറേറ്റിനുണ്ട്, അവരുടെ കീഴിൽ ഒരു ടീമുണ്ട്, ദൈവജനത്തിന്റെ പ്രതിനിധികളുണ്ട്. അങ്ങനെയാണ് നമ്മൾ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെ കാറ്റക്കിസം, യൂത്ത്, മാതൃവേദി, എന്റർപ്രനേഴ്സ്, ചെറുപുഷ്പ ലീഗ് പലയിടങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. ഔദ്യോഗികമായിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടില്ല എന്ന് മാത്രം. ഇതുപോലെ ഓരോന്നും ഓരോ വർഷവും പ്രത്യേകമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഇങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്ന് പ്രത്യേകിച്ച് അമ്മമാർ ഒരുമിച്ച് വരുന്ന അവസരത്തിൽ എനിക്ക് പങ്കുവയ്ക്കാൻ തോന്നുകയാണ്.
നമ്മുടെ ബാംഗ്ലൂരിനെ മൊത്തത്തിൽ 4 സോണുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. മനസ്സിലാകുന്ന വിധത്തിൽ പറയുകയാണെങ്കിൽ നാട്ടിലൊക്കെ നമ്മുടെ ഫൊറോന എന്ന് പറയുന്ന വിധത്തിൽ 4 സെന്റേഴ്സ് നമുക്കുണ്ട്. സെന്റ് തോമസ്, സെന്റ് സെബാസ്റ്റ്യൻ മത്തിക്കര, സുൽത്താൻ പാളയ അൽഫോൻസ ചർച്ച്, ഹോളി ഫാമിലി ഹോങ്ങസാന്ദ്ര. ഇത് 4 സോണുകളുടെ കേന്ദ്രങ്ങളാണ്. ഈ ഓരോ കേന്ദ്രത്തിൻ്റെയും കീഴിലല്ല, അതിനോട് ചേർന്ന് നിൽക്കുന്ന 4-5 ഇടവകളും അതിനോട് ചേർന്ന് വരുന്ന സെന്ററുകളും കൂടിയാണ് ഒരു സോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സെന്റ് തോമസ് സോണിലെ അമ്മമാരാണ് 3 പരിപാടികൾ അവതരിപ്പിച്ചത്. അവർക്ക് 10 മിനിറ്റാണ് നമുക്ക് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നതെങ്കിലും നമ്മൾ ആസ്വദിച്ചതുകൊണ്ട് അവർ വളരെ സജീവമായിട്ട് അഭിനയിച്ചതുകൊണ്ട് ഒരു സമയം കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു സോൺ മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനിയും കിടക്കുന്ന 3 സോണുകൾ 10 മിനിറ്റ് വീതമുള്ള നല്ല പരിപാടികൾ നമ്മൾ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സോണിന് ഒരു കേന്ദ്രമുണ്ട്, ആ സോണിന് ഒരു വൈദികനുണ്ട് സോണൽ കോർഡിനേറ്റർ ആയിട്ട്. അതിനും പുറമെ ദൈവജനത്തിന്റെ പ്രതിനിധികളായിട്ട് ഒരു സോണൽ കോർഡിനേറ്റർ ഉണ്ട്, 2 അസിസ്റ്റന്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ഈ മാതൃവേദിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ദിവസത്തിൽ എനിക്ക് ഏറ്റവും അഭിനന്ദിക്കുവാനുള്ളത് ഈ ബാംഗ്ലൂരിലുള്ള മാതൃവേദിയുടെ ഡയറക്ടറേറ്റിനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോർജ് പേട്ടേലച്ചന്റെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ കേന്ദ്ര കമ്മിറ്റിയെയാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഒരു സംഘടനയും അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവര് അവരുടെ അംഗങ്ങൾ വസിക്കുന്നിടത്ത് വന്ന് കണ്ട് പരിചയപ്പെട്ട് ഭാരവാഹികൾ സംസാരിച്ച് അവിടുത്തെ അംഗങ്ങളുമായിട്ട് അല്പസമയം പങ്കുവയ്ക്കാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇലക്ഷനെല്ലാം കഴിഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട ജോർജത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നേരത്തെ പറഞ്ഞ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി ആൻഡ് ട്രഷറർ ഇവരെല്ലാവരും 2 ദിവസം കൊണ്ട് 4 സോണുകളിലും സന്ദർശിക്കുകയും അവിടെയുള്ള ഭാരവാഹികളായിട്ടും അംഗങ്ങളായിട്ടും വളരെ ഹൃദ്യമായ വിധത്തിൽ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ തനതായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവിനെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതാണ് ഒരു സംഘടനയുടെ, ഒരു കൂട്ടായ്മയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇപ്പോഴത്തെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ മുകളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു ചൈതന്യം. നമുക്കെല്ലാവർക്കും ഒരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഇവിടുത്തെ കേന്ദ്ര കമ്മിറ്റിയെ അഭിനന്ദിക്കാമെന്ന് എനിക്ക് തോന്നുകയാണ്. അതിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും പേര് ഇവിടെ വന്നത്, സംശയമില്ല. സോണുകളിൽ ഈ കേന്ദ്ര കമ്മിറ്റി വരികയും സംസാരിക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും എങ്ങനെയാണ് ഈ ഒക്ടോബർ 2 നമ്മുടെ പ്രവർത്തനത്തെ ഏറ്റവും വിജയപ്രദമാക്കേണ്ടത് എന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയങ്ങളാണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നതൊക്കെ. ഒരു സോൺ കൊടുക്കണം ഇന്ന് ഒരു വർഷം വളരെയധികം സ്പർശിച്ചു. കാരണം ദീപബലിക്കിടയ്ക്കുണ്ടായിരുന്ന നമ്മുടെ കാഴ്ച സമർപ്പണം ഒരിക്കലും ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുകയില്ല. ആ ഒരു കാഴ്ച സമർപ്പണം ഇത്രയും പേര് ദൈവത്തിന്റെ അൾത്താരയിലേക്ക് തനിക്കുള്ളതും തനിക്ക് എന്തുണ്ടോ കുടുംബത്തിൻ്റെത് പൂർണ്ണമായിട്ടും കൊടുക്കുക. എല്ലാവർക്കും അത് കൊടുക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തന്നെ മനസ്സുകൊണ്ട് കൊടുക്കുവാനായിട്ടുള്ള ഒരു പ്രേരണ ആ കൂട്ടായ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് സംശയമില്ല. അപ്പൊ ഇതുപോലെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കുവാനായിട്ട് അവതരിപ്പിക്കുവാനായിട്ട് വേദിയിൽ ലഭിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഈ അമ്മമാരുടെ കൂട്ടായ്മ ഞാൻ കാണുന്നു. അമ്മമാര് സ്നേഹത്തിന്റെ പര്യായമാണെന്നും ക്ഷമയുടെ ആൾരൂപമാണെന്നും ഒക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ചെയ്യുവാനുള്ളത് നമ്മുടെ ഇടവകയിൽ എവരി ആക്ഷൻ ഓഫ് മൈൻഡ് ബി സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. വെറുതെ ചെയ്യുന്ന ഒരു കാര്യത്തിന് അതിലും വലിയ ഒരു അർത്ഥം കൊടുക്കണമെങ്കിൽ എനിക്ക് ദൈവികമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടാകണം, എനിക്ക് വിശ്വാസത്തിൻ്റെതായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടാകണം, എനിക്ക് ശുശ്രൂഷയുടെ ഒരു മനോഭാവം ഉണ്ടാകണം. അപ്പോൾ എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ദൈവത്താൽ ആസ്വദിക്കപ്പെടും. ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് പ്രവൃത്തിയാണെങ്കിലും ഞാൻ ചെയ്യുന്നത് എൻ്റെ സമൂഹത്തിനെന്ന് പറയുമ്പോൾ എൻ്റെ സഭയ്ക്കാണ്, എൻ്റെ സഭയ്ക്കെന്ന് പറയുമ്പോൾ ഈശോയ്ക്കാണ്, ഈശോയ്ക്കെന്ന് പറയുമ്പോൾ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖയായ എനിക്ക് ഫലം പുറപ്പെടുവിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരികളെ, ഇന്ന ദിവസം ഇത്രയും പേർ രാവിലെ മുതൽ ഇവിടെ കൃത്യസമയത്ത് വരികയും വളരെ സന്തോഷത്തോടുകൂടെ കഴിയുകയും അമ്മമാരുടെ പലവിധത്തിലുള്ള കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കുഞ്ഞുമക്കളെ, ഞാൻ ചോദിച്ചു കുഞ്ഞുങ്ങളെ എന്തിയെ, കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോന്നിരിക്കുകയാണ്. നോക്കുക, അത്രമാത്രം താല്പര്യമെടുത്തുകൊണ്ട് ഈ ബാംഗ്ലൂരിലുള്ള നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഇടവകയിൽ നിന്ന്
ഇവിടെ വന്ന് ഇത്രയും സമയം ഏറ്റവും സന്തോഷത്തോടെ കഴിയുവാനായിട്ട് തുടക്കം മുതൽ അവസാനം വരെ നിൽക്കുന്ന അമ്മമാരുടെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്നേഹം നിറഞ്ഞ ജോർജ് അച്ഛൻ്റെ കുടക്കീഴിൽ ഏറ്റവും മനോഹരമായിട്ട് സജീവമായിട്ട് ഇനി വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സഭയ്ക്ക് സജീവമായിട്ടുള്ള നേതൃത്വം കൊടുക്കുവാനായിട്ടുള്ള പിതാക്കന്മാരുടെ ആ ഒരു നിർദ്ദേശവും പിതാക്കന്മാരുടെ ആ വലിയ ദർശനവും നമ്മിലൂടെ ഏറ്റവും പരിപൂർത്തിയിലെത്തട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പൊതുവായിട്ട് സിറോ മലബാർ മിഷൻ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം നമ്മൾ വട്ടായിലച്ഛൻ്റെ നേതൃത്വത്തിലുള്ള കരിസ്മാറ്റിക് ധ്യാനം നടത്തുകയുണ്ടായി. ഇതുപോലെ ഒരുമിച്ചുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നമുക്കുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ സ്റ്റേജിൻ്റെ രണ്ട് സൈഡിലും വെച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സിറോ മലബാർ ഇടവകയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അച്ഛന്മാരെല്ലാം കൂടിയപ്പോൾ തീരുമാനിച്ചു, നമ്മുടെ ഇടവകളിൽ നിന്ന് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഒരുമിച്ച് പോകുവാനായിട്ടൊരു അവസരം നവംബർ 1 മുതൽ 9 വരെയുള്ള തീയതികളിൽ വിശുദ്ധ നാട് വിശ്വാസ വർഷത്തിൻ്റെ പ്രവർത്തന ഭാഗമായിട്ടാണ് പിതാക്കന്മാർ നമ്മോട് പുണ്യസ്ഥലങ്ങൾ തീർത്ഥാടനത്തിന് പോകുവാനായിട്ടൊക്കെ ആഹ്വാനം ചെയ്തിട്ടുള്ള അവസരത്തിൽ വിശുദ്ധ നാട് സന്ദർശിക്കുവാനായിട്ട് നല്ല മനസ്സുള്ള ആഗ്രഹിക്കുന്ന ഇനിയും നമുക്ക് പല ഗ്രൂപ്പുകളിലൂടെയൊക്കെ പോകാൻ സാധിക്കും. എന്നാൽ ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സീറോ മലബാർ റീത്തിലുള്ള ദിവ്യബലിയും അതിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുർബാന, പ്രാർത്ഥന, ജപമാല ഒരു തീർത്ഥാടനമായിട്ട്, വിശ്വാസത്തിൻ്റെ തീർത്ഥാടനമായിട്ടായിരിക്കും ഈ ഗ്രൂപ്പ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകമായിട്ടും നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ 2 വശത്തിൽ വച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അതിൻ്റെ കൂടുതലായിട്ടുള്ളത് നമുക്കിവിടെ ഒരു സെൻ്ററുണ്ട്, സിറോ മലബാർ മിഷൻ സെൻറ്റർ. ആവശ്യമുള്ളവർക്ക് അവിടെ വരുവാനായിട്ട് ഇന്ന ദിവസം സാധിക്കും. അല്ലെങ്കിൽ ഫോൺ നമ്പർ എഴുതിയെടുത്തുകൊണ്ട് വിളിക്കുക. എല്ലാവരെയും ഇതിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ നന്മകളും ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അമ്മമാരെ, ഇവിടെ പല അവസരങ്ങളിലായിട്ട് ആരാ പ്രസിഡന്റ് എന്നും ആരാ സെക്രട്ടറി എന്നും ആരാ ട്രഷറർ എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. എന്നിരുന്നാലും ഔദ്യോഗികമായിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇവിടെ വന്നെത്തിയിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഇന്നത്തെ ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും, മലയാളി മംഗൾക്ക് എല്ലാവിധ മംഗളങ്ങളും. ആദ്യമായിട്ട് പരിചയപ്പെടുത്തേണ്ടത് നമ്മുടെ ബാംഗ്ലൂർ സിറോ മലബാർ വനിതാ ഫോറത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റിനെയാണ്. പ്രസിഡന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഒരു ചിന്തയുണ്ടാവും ഏതായും മുതലെന്ന്. നമ്മുടെ മിസ്സിസ് ലില്ലി റപ്പായി ആണ് പ്രസിഡന്റ്. പ്ലീസ്. ബഹുമാനപ്പെട്ട പേട്ടയിലച്ഛൻ, ഡയറക്ടർ അച്ഛൻ പൂ കൊടുത്തുകൊണ്ട് പരിചയപ്പെടുത്തുന്നതായിരിക്കും. പരിചയപ്പെടുത്തുന്നില്ല, ഇത്രയുള്ള പരിചയപ്പെടുത്തുന്നത്. അടുത്തതായി വൈസ് പ്രസിഡന്റാണ് സെന്റ് നോർബർട്ടൻ ചർച്ച് കസകനഹള്ളി ഹോളി ഫാമിലി സോണിൽ നിന്നുള്ള പ്രിൻസി ആനസ്റ്റ്. പ്ലീസ്. അടുത്തായിട്ട് സെക്രട്ടറി ആൻസി ആൽബർട്ട്, ബ്ലസ്ഡ് ചാവറ ചർച്ച് ഈജിപുര സെന്റ് തോമസ് സോൺ. പ്ലീസ്. ഓർഗനൈസിംഗ് സെക്രട്ടറി മഞ്ജു ജോഷി, സെന്റ് തോമസ് ചർച്ച് ജാലഹള്ളി സെന്റ് സെബാസ്റ്റ്യൻ സോൺ. അമ്മമാരും സംഘടനയ്ക്ക് പേര് മാത്രം ഉണ്ടായി പോരല്ലേ, പോക്കറ്റിൽ വല്ലതും വേണ്ടേ? പോക്കറ്റിൽ വല്ലതും വേണ്ടേ? വലിയ പോക്കറ്റുള്ള ട്രഷറർ അനു ജോർജ്, സെന്റ് തോമസ് ചർച്ച് ജാലഹള്ളി സെന്റ് സെബാസ്റ്റ്യൻ സോൺ. ഇത്രയും പേരാണ്. യെസ്, പ്ലീസ്. അച്ഛൻ നേരത്തെ വിളിച്ചപ്പോൾ മിസ്സായിരിക്കുകയെന്ന് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അച്ഛ പ്ലീസ് ഡു കം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ലവ്ലി ജോളി അസോസിയേറ്റ് ഡയറക്ടറാണ്. പ്ലീസ്. ഇത്രയും പേരുടെ ഒരു നേതൃത്വ നിരയാണ് നമ്മുടെ ഈ വനിതാ ഫോറത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരു നല്ല കൈ അടി കൊടുത്തുകൊണ്ട് എന്നോടൊപ്പം ഈ കൂട്ടായ്മയെ നയിക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്ന ഒരാളാണ് ജോയി അച്ഛൻ. ജോയി അച്ഛനെയും പരിചയപ്പെടുത്തി
എങ്കിലും സ്നേഹത്തിൻ്റെ ഒരു പൂവ് അച്ഛനും കൊടുക്കട്ടെ.